വണ്ടികളൊന്നും ഇല്ലാത്ത സ്വീഡനിലെ ഒരു ദ്വീപ്. അവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ്. അങ്ങോട്ടാണ് ഞാനും വല്യം കൂടി ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ യാത്ര തുടങ്ങിയത് സ്വീഡന്റെ ഗോത്തംബർഗ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. സ്റ്റോറസ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ഫെറിയിൽ ട്രാവൽ ചെയ്യാനുണ്ട്. ഇത്രയും ഒഴിഞ്ഞ് സീറ്റ് കിടക്കുന്ന കണ്ടിട്ട് വലിക്ക് അവിടെ ഇരിക്കണമെന്ന് ഡൗട്ടാണ്. അവസാനം മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ നേരെ ബാക്കി പോയിരുന്നു. ഇവിടുത്തുകാരാണെങ്കിൽ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറച്ചു നേരം താഴെ ഇരുന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഫെറിയുടെ മുകളിലോട്ട് വലിഞ്ഞേറി. അതെന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു, കാരണം അടിപൊളി വ്യൂ ആയിരുന്നു മുകളിൽ. അങ്ങനെ നല്ല തണുപ്പും കാറ്റും കാഴ്ചകളൊക്കെ ആയിട്ട് പതിയെ ഞങ്ങൾ വ്യൂ പോയിന്റ് ഇരിക്കുന്ന ദ്വീപിലെത്തി. സ്റ്റിർസോ എന്നാണ് ഈ ദ്വീപിന്റെ പേര്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആർക്കും സ്വന്തമായിട്ട് വണ്ടികളില്ല എന്നുള്ളതാണ്. പകരം ആൾക്കാർ ഇതുപോലെയുള്ള ഗോൾഫ് കാർട്സ് ഒക്കെയാണ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ കിടക്കുന്ന വണ്ടിയല്ലേ എന്ന്. ആൾക്കാർക്ക് വണ്ടിയില്ലെങ്കിലും സർവീസ് വെഹിക്കിൾസ്, എമർജൻസി വെഹിക്കിൾസ്, ഡെലിവറി വെഹിക്കിൾസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ട് 2 മാനുവൽ ഓടി കിടക്കുന്നതാണ്. വണ്ടിയില്ലാത്ത ദ്വീപ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടി കണ്ടതോടെ വലിയ തന്നെ ട്രോളി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും പതിയെ വ്യൂ പോയിന്റിലോട്ട് നടപ്പ് തുടങ്ങി. ഏകദേശം 1 കിലോമീറ്റർ ആണ് നടക്കാനുള്ളത്. ഇതേ കണ്ടോ, ഇവിടുത്തെ ടീനേജേഴ്സിന്റെ ഒരു ദേശീയ വിനോദമാണിത്. സ്കൂട്ടറൊക്കെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഫ്രണ്ടൊക്കെ പൊക്കി സ്റ്റണ്ടൊക്കെ കാണിച്ച് നടക്കാന്നുള്ളത്. അപ്പൊ കുറച്ചു ദൂരം ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ കൂടെയാണ് നടക്കാനുള്ളത്. അത്യാവശ്യം പെട്ടെന്നൊരു വണ്ടിക്ക് പോകാനുള്ള കണക്കിന് വീതിയുള്ള റോഡൊക്കെ ആട്ടോ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇവിടുത്തെ റോസ ഉണ്ടോ? വലിയ ഇങ്ങനെ വിലപ്പെട്ട അറിവുകളൊക്കെ ഷെയർ ചെയ്ത് നടക്കുമ്പോഴേക്കും ദേ ഒരു മാൻ നിൽക്കണു. നമ്മളെ കണ്ടത് ആള് സ്റ്റാച്ചു ആയി. അങ്ങനെ അതിനെ പേടിപ്പിച്ച് ഓടിപ്പിച്ച് നടക്കുമ്പോഴേക്കും ദേ വലിയൊരു പൂച്ച. അതിന്റെ ഒരു മാന്തൊക്കെ വാങ്ങിയിട്ട് നേരെ ഒരു ചെറുലിട്ട് റോഡിലോട്ട് കയറി. അവിടുന്ന് കുറച്ചങ്ങ് കയറിയപ്പോഴേക്കും വ്യൂ പോയിന്റിന്റെ പരിസരത്തോട്ട് എത്തി. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ദ്വീപ് മൊത്തം കാണാൻ പറ്റും എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും കിടു ഒരു വ്യൂ പോയിന്റ് സ്വീഡന്റെ വെസ്റ്റ് കോസ്റ്റിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഇതിൽ കൂടെ ഒത്തിരി എൻജോയ് ചെയ്ത് നടന്ന് കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. ഈ വ്യൂ പോയിന്റിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു വലിയ ട്രയാങ്കുലേഷൻ ടവർ ഒക്കെ വെച്ചിട്ടുണ്ട്. പഴയ ജിയോഗ്രഫിക്കൽ സർവേക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചതായിരിക്കും. അപ്പൊ വലിയ അതിന്റെ മുമ്പ് ഇന്ന് ഫോട്ടോ എടുക്കണം. ഞാൻ പിന്നെന്താന്ന് പറയുക ചെറുപറ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ഈ വ്യൂ പോയിന്റിന്റെ മുകളിൽ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം.